ഏകദേശം വണ്ടികൾ ഓട്ടം കുറവാണ് കേട്ടോ. ഓട്ടം കുറവാണ്. പിന്നെ കുറച്ചൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയുണ്ട്. പിന്നെ കൂടുതലും സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ കൂടുതൽ വരുന്നത്. സെക്കൻഡും സിംഗിൾ ആണ് ഒരേ ലെവലിലുള്ള എല്ലാ വണ്ടികളും. പിന്നെ ഓട്ടം കുറവാണ് കേട്ടോ. ഓട്ടം തീരെ കുറവാണ്. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 17,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2022 മോഡല് ഓട്ടോമാറ്റിക് വണ്ടി. ZXC ആണ് വേരിയന്റ് വരുന്നത്. ഇതിന് എത്ര ചോദിക്കുന്നത്? 6,400 രൂപ. 6,400 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കാം. പുത്തൻ വണ്ടികളെ വെല്ലുന്ന പഴയ വണ്ടികൾ, എണ്ണിയാൽ തീരാത്തത്ര ജനപ്രിയ വണ്ടികളാൽ മലപ്പുറത്തുകാർ ഉറ്റുനോക്കുന്ന നമ്മുടെ വെന്നിയൂരിലെ സഫ കാർസ്. നല്ല ഹൈ ക്വാളിറ്റിയും ഷോറൂം കണ്ടീഷനുമുള്ള ഒരുപാട് വണ്ടികൾ. ഒട്ടുമിക്ക വണ്ടികളും ചെറിയ ഓട്ടവും സിംഗിൾ ഓണർഷിപ്പുമുള്ള വണ്ടികളാണ്. 10 രൂപ കൂടുതൽ കൊടുത്താലും വാങ്ങിക്കുമ്പോൾ നല്ല തന്നെ വാങ്ങിച്ചോളി. ഞാൻ ഇന്നുള്ളത് മലപ്പുറം വെന്നിയൂർ സഫ കാർസിലാണ്. ഇവിടെ ഏകദേശം 40+ എബോ വണ്ടികളാണ് നിലവിൽ സ്റ്റോക്കുള്ളത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോയിൽ എല്ലാ വണ്ടികളും ഉൾപ്പെടുത്താൻ പറ്റൂല. കുറച്ച് വണ്ടികൾ ഇതിൽ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ളത് രണ്ടാമത്തെ എപ്പിസോഡിൽ നിങ്ങൾ കാണിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നമുക്ക് ഓരോ വണ്ടികളായിട്ട് നമുക്ക് നോക്കാം. നേരെ വണ്ടിയിലോട്ട് പോകാം. അങ്ങനെ എന്നോടൊപ്പം ഇന്നുള്ളത് നവാസ്കാണ്. എന്തൊക്കെയാണ് നവാസ്ക? സഫ കാർസിന്റെ ഓണറാണ്. പിന്നെ അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഒരു 7 സീറ്റർ വണ്ടി പരിചയപ്പെടാം അല്ലേ? ഓക്കെ, ഇത് ഓണ്ടന്റെ മൊബിലിയോ ഡീസൽ വണ്ടി ഉള്ളത്. ഏകദേശം 10-25 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു നല്ലൊരു അടിച്ചാപൊളി വണ്ടി. ഇത് മോഡൽ എത്ര വരുന്നത്? 2014 മോഡലാണ്. വണ്ടി എത്ര? നല്ല വണ്ടി. ആക്സിഡന്റ് നല്ല നീറ്റ് വണ്ടി അല്ലേ? ഓക്കെ, എത്ര ഓടിയിട്ടുണ്ടാവും? 140 ഓടിയിട്ടുണ്ട്. ഓക്കെ, ഓണർഷിപ്പ് ഒക്കെ രണ്ടായിരിക്കണം അല്ലേ? വണ്ടി വേറെ ആക്സിഡന്റ് കാര്യം വേറെ അപാകതകളൊന്നുമില്ല. ഒരു കസ്റ്റമർക്ക് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ വണ്ടി തന്നെ അല്ലേ? ഓക്കെ, ഇതെത്ര നിങ്ങൾ ചോദിക്കുന്നത്? 5 രൂപ ആവശ്യപ്പെടുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ 5 രൂപയാണ് ചോദിക്കുന്നത്. ഓക്കെ, എന്തെങ്കിലും കുറച്ച് കൊടുക്കും. കസ്റ്റമർ വന്നിരുന്ന് സംസാരിച്ചെങ്കിൽ എന്തെങ്കിലും കുറയും അല്ലേ? ഓക്കെ, അപ്പൊ 2014 മോഡലാണ് ഹോണ്ട മൊബിലിയോ. ഇവിടെ നമുക്ക് 2 മാരുതിയുടെ ബലോന നമുക്ക് പരിചയപ്പെടാം. ഇത് ഡീസൽ പെട്രോൾ? ഇത് ഡീസൽ, ഇത് പെട്രോൾ അല്ലേ? ഓക്കെ, നമുക്ക് ആദ്യം ഡീസലിന്റെ നമുക്ക് ഡീറ്റെയിൽ നമുക്ക് ചോദിച്ചറിയാം. ഇത് മോഡൽ എത്ര? അത് 2019 ആണ്. ഇത് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ഡെൽറ്റ ആണ്. പവർ സ്റ്റാറിംഗ്, പവർ വിൻഡോ, ബാക്ക് വൈപ്പർ, സെന്റർ ലോക്ക്. മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ വണ്ടി. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 65 ഓടിക്കുന്നു. സിംഗിൾ ഓണർഷിപ്പ്? സിംഗിൾ അല്ല, രണ്ടാമത്തെ ഓണർ അല്ലേ? ഓക്കെ, ഇവിടെയുള്ള ഏകദേശം വണ്ടികൾ ഓട്ടം കുറവാണ് കേട്ടോ. ഓട്ടം കുറവാണ്. പിന്നെ കുറച്ചൊക്കെ സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയുണ്ട്. പിന്നെ കൂടുതലും സെക്കൻഡ് ഓണർഷിപ്പ് ആണല്ലേ കൂടുതൽ വരുന്നത്. സെക്കൻഡും സിംഗിൾ ആണ് ഒരേ ലെവലിലുള്ള എല്ലാ വണ്ടികളും. പിന്നെ ഓട്ടം കുറവാണ് കേട്ടോ. ഓട്ടം തീരെ കുറവാണ്. ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? 7.25 ആണ്. ഇത് ഡീസൽ മൈലേജ് കൂടുതൽ ഇതില് 7.25. ഓക്കെ, നിങ്ങൾ മോഡൽ എത്ര പറഞ്ഞ ഓർമ്മയില്ല? 19 ആണ്. ഓക്കെ, അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിയാൽ അടുത്തൊരു പെട്രോൾ വണ്ടി നോക്കാം. പെട്രോൾ വണ്ടി മോഡൽ ഇത് 2020 വണ്ടി. 20 മോഡലാണ്. ഇത് വണ്ടി നല്ല വണ്ടി. സിംഗിൾ ഓണർ 50,000 ഓടിക്കുന്ന കറക്റ്റ് സർവീസ്, കറക്റ്റ് കമ്പനി സർവീസ് ഒക്കെ ഉള്ള വണ്ടി അല്ലേ? ഓക്കെ, ഇത് നിങ്ങൾ എത്ര ചോദിക്കുന്നത്? ഇതിന് 6 രൂപ. 6.50 ആണ്. ഓക്കെ, അപ്പൊ ബാണാങ് വിളിച്ചോ. 6.50 ആണ് ചോദിക്കുന്നത്. വില കുറച്ച് തരും, കൊടുക്കൂല? ഓക്കെ, വില കുറച്ച് തരും. ഒരു ടൊയോറ്റന്റെ ഗ്ലൻസ നമുക്ക് നോക്കാം. ഈ ഗ്ലൻസ ഈ യാർഡിലൊക്കെ അപൂർവമായിട്ടാണ് കിട്ടല്. അപ്പോ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. ഇത് മോഡൽ എത്ര? 2020 മോഡലാണ് അല്ലേ? ഇത് ഡീസൽ പെട്രോൾ വണ്ടിയാണ്. മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക് ആണ് തന്നെ. ഓക്കെ, ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? 35 ഓടിയിട്ടുണ്ടല്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ കറക്റ്റ്. ഓണർഷിപ്പ് തന്നെ? ഓണർ 2 അല്ലേ? 2 കറിക്കണേ. ഓക്കെ, ഇതിന് എത്ര ചോദിക്കണേ? ഇത് 7 രൂപ ചോദിക്കണേ. ഓക്കെ, വില കുറച്ച് കൊടുക്കും. ഓക്കെ, വില ഇവിടെ ചോദിക്കുന്നത് ഒരു ഫസ്റ്റത്തെ ഒരു ചോദ്യമാണ് അല്ലേ? വില ഒക്കെ പരമാവധി കുറച്ച് കൊടുക്കും. ഓക്കെ, അപ്പോ ബാണാങ് വിളിച്ചോ. ഫോർഡിന്റെ എക്കോസ്പോർട്ട് നമുക്ക് നോക്കാം. എക്കോസ്പോർട്ട് ഡീസൽ വണ്ടിയല്ലേ? ഡീസൽ വണ്ടിയാണ്. മാനുവൽ ആണ്? മോഡൽ എത്രയാണ്? 2015-16 റൈസർ. ഓക്കെ, വണ്ടി എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 70,000. ഓക്കെ, ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. ഒരു കസ്റ്റമറിന് വിശ്വസിച്ച് എടുക്കാൻ പറ്റിയ ഗ്യാരണ്ടിയിൽ എടുക്കാം. നല്ലൊരു വണ്ടിയാണ് അല്ലേ? ഇത് എത്ര ചോദിക്കണേ? ഇത് നമ്മൾക്ക് ഒരു 5.25 രൂപ. 5.25 രൂപ ചോദിക്കണേ. ഇത് ലോണൊക്കെ എത്ര? ലോൺ ഒരു 4.25 വരെ. ഓക്കെ, അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചോട്ടോ. ഇവിടെ നമുക്ക് 2 ഓട്ടോമാറ്റിക് സ്വിഫ്റ്റ് കാർ നമുക്ക് നോക്കാം. രണ്ടും പെട്രോൾ വണ്ടിയാണ്. ഇത് നമുക്ക് ആദ്യം റെഡ് നോക്കാം. റെഡ് എത്രയാണ്? 2023-24 റൈസർ. 23 വണ്ടി അല്ലേ? പുത്തൻ വണ്ടി തന്നെ. 9,000 ഓടിയത്. അത് എക്സ്ട്രാ സ്കേർട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വണ്ടിയിൽ. എക്സ്ട്രാ ഫിറ്റിംഗ് വേറെ എന്തെങ്കിലും ചെയ്തിരിക്കണോ? ഉള്ളിൽ എക്സ്ട്രാ സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് ഓപ്ഷൻ വരുന്നത് VXI ഓട്ടോമാറ്റിക് ആണ് വണ്ടി.
ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 9,000 ഓടി. 9,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ ഓണർ. ഓക്കെ. ഇത് എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 795. 795 ചോദ്യം അല്ലേ? ആരെങ്കിലും വരിക ആണെങ്കിൽ അതിനേക്കാൾ കുറച്ച് കൊടുക്കും. എന്തെങ്കിലും adjust ചെയ്യാം. ഓക്കെ. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്നോളി. അടുത്ത നമുക്ക് ഒരു വൈറ്റ് കളർ നോക്കാം. ഇത് ഓട്ടോമാറ്റിക് ആണ്. ഇത് ഓട്ടോമാറ്റിക്. മോഡൽ 24. 24 ഈ കൊല്ലം തന്നെ വണ്ടി. ഓക്കെ. ഇത് എത്ര ഓടിയിട്ടുണ്ട്? ഇത് 17,000. 17 ഓടിയിട്ടുള്ളൂ. ഓക്കെ. ഇത് ഓണർഷിപ്പ് സിംഗിൾ സിംഗിൾ തന്നെയല്ലേ? വേറെ രണ്ടാമത്തെ കയറിയിട്ടില്ല. ഓക്കെ. ഇത് VXI ഓപ്ഷൻ. ഇതിനെത്ര ചോദിക്കണേ? 8,4. 8,4 അപ്പൊ ഇത് പുത്തൻ വണ്ടിക്ക് എത്ര വില ഉണ്ട്? ഇപ്പൊ നമ്മൾ ഒരു വണ്ടി ഷോറൂമിൽ ഓൺ റോഡ് ഇറക്കുകയാണെങ്കിൽ എത്ര? 9,000 റുപ്യന്റെ വില ഉണ്ട്. ഓട്ടോമാറ്റിക് ആണെങ്കിൽ 9,000 റുപ്യയിൽ മേലെ ഉണ്ട് അല്ലേ? അത് മാനുവൽ ആണെങ്കിൽ? മാനുവൽ 9 റുപ്യന്റെ ഉള്ളിൽ. 9 റുപ്യന്റെ ഉള്ളിൽ ഒരു 8.5 ആ റേഞ്ച് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ ബാണങ്ങ് വിളിച്ചോട്ടോ. ഇവിടെ നമുക്ക് ഉണ്ടായിന്റെ ഒരു i20 സ്പോർട്സ് അല്ലേ ഓപ്ഷൻ തന്നെ? ഓക്കെ. ഇത് മോഡൽ എത്രയാണ്? 2018 19 റേസ്. 18 മോഡലാണ്. 19 റേസിനാണ്. വണ്ടി ഡീസൽ പെട്രോൾ വണ്ടിയാണ് അതെ. ഓക്കെ. വണ്ടി റീപ്ലേസ് കാര്യങ്ങൾ ഒന്നുമില്ല. നല്ല നീറ്റ് വണ്ടി. ആക്സിഡന്റ് തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല വൃത്തിയുള്ള വണ്ടി. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 80 ഓടിക്കണേ. ഓണർഷിപ്പ് 2 കയറിക്കണം അല്ല? ഇത് എത്ര ചോദിക്കണേ? ഇത് നമുക്ക് 5.5 റുപ്യാണ് ചോദിക്കുന്നത്. വില നെഗോഷ്യബിൾ അല്ല? കുറച്ച് കൊടുക്കും. ഇവിടെ വന്ന് ഇന്ന് സംസാരിക്കണമെങ്കിൽ വില കുറച്ച് തരും. 5 റുപ്യാണ് ചോദ്യം. മാക്സിമം ഫിനാൻസ് നമുക്ക് ഒരു 4 രൂപ ഫിനാൻസും കയറും അല്ലേ? അപ്പൊ ബാണങ്ങ് വിളിച്ചോ. ഇവിടെ നമുക്കൊരു മാരുതിയുടെ സിയാസ് പരിചയപ്പെടാം. ഇത് ഡീസൽ വണ്ടിയാണ് അല്ലേ? മാനുവൽ അല്ല? ഓട്ടോമാറ്റിക് മാനുവൽ വണ്ടിയാണ്. ഡീസലാണ്. ഇതിലൊക്കെ അത്യാവശ്യം നല്ല മൈലേജ് ഒക്കെ കിട്ടുന്ന വണ്ടിയല്ലേ? 20 മേലെ. നല്ല നീറ്റ് ഡ്രൈവ് ആണെങ്കിൽ മാക്സിമം മൈലേജ് ഒക്കെ കിട്ടുന്ന നല്ലൊരു അടിച്ചാപ്പൊളി വണ്ടിയാണ് സിയാസ്. ഇത് മോഡൽ എത്ര വരുന്നത്? 2018 വണ്ടി. 18 മോഡലാണ്. ഏതാ ഓപ്ഷൻ? ഇത് VDI ആണ് ഓപ്ഷൻ. ഹൈബ്രിഡ് ആണ് അല്ലേ? ഓക്കെ. ഹൈബ്രിഡ് ആകുമ്പോൾ എന്തായാലും മൈലേജ് കൂടുതൽ കിട്ടും. ഇത് എത്ര ഓടിക്കുന്ന വണ്ടി? ഇത് 32,000 കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഓണർഷിപ്പ് 2 സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിൽക്കുന്നത്. ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് 7,4. 7,4 ചോദ്യം. വില കുറച്ച് കൊടുക്കൂല? മാക്സിമം ഫിനാൻസ് ഒക്കെ എത്ര? ഫിനാൻസ് നമുക്കൊരു 6,4 ഒരു 7. നല്ല ഇതൊരു 10-50 റുപ്യ ഉണ്ടെങ്കിൽ 50 ഒരു 60 റുപ്യ ഉണ്ടെങ്കിൽ തന്നെ നല്ല സ്ട്രോങ് പ്രൊഫൈൽ ആണെങ്കിൽ 10-50 റുപ്യ ഉണ്ടെങ്കിൽ ഈ വണ്ടി ഇറക്കാൻ പറ്റും കേട്ടോ. അപ്പോ ബാണെങ്കിൽ വേഗം വിളിച്ചോട്ടോ. ഇവിടെ നമുക്കൊരു മാരുതിയുടെ വാഗനർ നമുക്ക് പരിചയപ്പെടാം. ഇത് മോഡൽ എത്ര ആണെങ്കിൽ? 2012 മോഡലാണ് അല്ലേ? ഇത് ഓപ്ഷൻ പിന്നെ LXI ഓപ്ഷൻ വരുന്നത്. വണ്ടി ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് 72,000. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. നല്ല നീറ്റ് വണ്ടി, നല്ല വൃത്തിയുള്ള വണ്ടി. ഇതിന് എത്ര നിങ്ങൾ ചോദിക്കണേ? ഇതിന് 2,60 ആണ്. വില കുറച്ച് കൊടുക്കൂല? ഓക്കെ. അടുത്ത നമുക്ക് സിംഗിൾ ഓണർഷിപ്പ് ആണ്. ഓക്കെ. അടുത്ത നമുക്ക് പുത്തൻ മോഡൽ മാരുതിയുടെ വാഗനർ നമുക്ക് നോക്കാം. ഇതൊരു ഓട്ടോമാറ്റിക് 2020 മോഡലാണ്. ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരുന്നത് ZXI ആണല്ലേ? ഇത് എത്ര ലിറ്റർ ആണ് വണ്ടി വരുന്നത്? ഇത് 1200 ലിറ്റർ. 1.2 ലിറ്റർ വരുന്ന വണ്ടിയാണ്. ഇത് എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് ആകെ 17,000. സിംഗിൾ ഓണർഷിപ്പ് ആണ്. 17,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 2022 മോഡൽ ഓട്ടോമാറ്റിക് വണ്ടി. ZXI ആണ് വേരിയന്റ് വരുന്നത്. ഇതിന് എത്ര ചോദിക്കുന്നത്? ഇത് 6,4 രൂപ. 6,4 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ആരെങ്കിലും വരിക ആണെങ്കിൽ വില കുറച്ച് തരും. അപ്പോൾ വേണമെങ്കിൽ വിളിച്ചോ. ഇവിടെ നമുക്ക് 2 പുത്തൻ മോഡൽ മാരുതിയുടെ വാഗനർ നമുക്ക് നോക്കാം. ഇത് മാനുവൽ ഓട്ടോമാറ്റിക്? രണ്ടും മാനുവൽ ആണ്. ഓക്കെ. നമുക്ക് ഇത് ആദ്യം നോക്കാം. ഇത് കോഫി ബ്രൗൺ കളർ വരുന്നത്, ഇത് ഗ്രേ കളർ വരുന്നത്. ഈ കോഫി ബ്രൗൺ കളർ വരുന്നത് മോഡൽ എത്ര? 2021 മോഡലാണ്. പിന്നെ എത്ര ഓടിയിട്ടുണ്ടാവും? അത് 14,000 കിലോമീറ്റർ ഓടിക്കുന്നു. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. ഇത് നിങ്ങൾ എത്ര? 5,000 രൂപ. 590 5.5 ചോദിക്കണേ. ഓക്കെ. ഇത് എത്ര ലിറ്റർ വരുന്നത്? ഇത് 1000 ലിറ്റർ വണ്ടിയാണ് കേട്ടോ. മൈലേജ് കൂടുതൽ കിട്ടും. ഓക്കെ. മൈലേജ് കൂടുതൽ കിട്ടും. 1000 ലിറ്റർ വണ്ടിയാണ്. 2021 മോഡൽ. ഓക്കെ. ഇത് 550 ചോദിക്കുന്നത്. വില കുറച്ച് കൊടുക്കും. പിന്നെ മാക്സിമം ഫിനാൻസ് ഒരു 10-50 റുപ്യ ഇറക്കാൻ പറ്റും. അപ്പൊ ഈ ഗ്രേ കളർ നോക്കുകയാണെങ്കിൽ മോഡൽ എത്ര തന്നെ? 2021 മോഡൽ. ഓപ്ഷൻ വരുന്നത് VXI ഓപ്ഷൻ ആണ്. ഏകദേശം എത്ര ഓടിയിട്ടുണ്ടാവും? ഇത് നമുക്കൊരു 38,000 ഓടിക്കുന്നത്. സിംഗിൾ ഓണർഷിപ്പ് അല്ല? ഓക്കെ. ഇത് നിങ്ങൾ എത്ര ചോദിക്കണേ? ഇത് നമുക്കൊരു 5,400 രൂപ. 5.25 ചോദിക്കണേ. ഇത് ലിറ്റർ എത്ര വരുന്നത്? 1000 ലിറ്റർ വണ്ടിയാണ് കേട്ടോ ഇത്. ഓക്കെ. അപ്പോ 5.4 ചോദിക്കുന്നത്. വില കുറച്ച് തരും. പിന്നെ മാക്സിമം ഫിനാൻസും കയറും. അപ്പോൾ ഇവിടെ കാണിച്ച ഏതെങ്കിലും വണ്ടികൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ അറിയാനോ താല്പര്യമുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി. കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്താളി. ഓക്കെ.
പിന്നെ ഇവിടെ കുറച്ചോ രാത്രിയാണ് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുള്ളത്. ചിലപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി കുറച്ച് കുറവുണ്ടാവും കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഗുഡ് ബൈ.